The Lord has a very special blessing for you. ദൈവം നിങ്ങൾക്കായി വിശേഷ അനുഗ്രഹം കാത്തു സൂക്ഷിക്കുന്നു. There's a scripture in the Bible വേദപുസ്തകത്തിൽ ഒരു തിരുവചനം ഉണ്ട്, where it says, അവിടെ ഇങ്ങനെ പറയുന്നു, the horse is prepared for the battle, കുതിര യുദ്ധത്തിനായി ഒരുക്കപ്പെട്ടിരിക്കുന്നു, but the victory comes from God. എന്നാൽ ദൈവത്തിൽ നിന്ന് വിജയം നമുക്ക് ലഭിക്കുന്നു. So you have been preparing for the exams, അതുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. but then you have to get victory. എങ്കിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കണം. You have to win over your examination. നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ വിജയാളികൾ ആയി തീരണം. So we are here to pray that God will give you victory. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വിജയം നൽകുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നിരിക്കുന്നു. That's why you see the title Victory from God. അതുകൊണ്ടാണ് തലക്കെട്ട് നാം കാണുന്നത് ദൈവത്തിൽ നിന്ന് വിജയം. You see, there are several people who shine very well, വളരെ നല്ലവണ്ണം ശോഭിക്കുന്ന അനേകം ആളുകൾ ഉണ്ട്. but without God's grace they fail. എന്നാൽ ദൈവകൃപയില്ലാതെ അവർ പരാജയപ്പെടുന്നു. In my life, എൻ്റെ ജീവിതത്തിൽ when I was writing my school final, എൻ്റെ സ്കൂൾ ഫൈനൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ I faced the terrible discipline of my parents. എൻ്റെ മാതാപിതാക്കളുടെ കടുത്ത ശിക്ഷ ഞാൻ നേരിടേണ്ടി വന്നു. When I was quite young ഞാൻ വളരെ യുവത്വത്തിലായിരുന്നപ്പോൾ and I was facing my public exam, എൻ്റെ പബ്ലിക് പരീക്ഷ ഞാൻ നേരിടുമ്പോൾ my mother used to get me ready for the exam. പരീക്ഷയ്ക്ക് വേണ്ടി അമ്മ എന്നെ ഒരുക്കുമായിരുന്നു. She'll say, "Obey me, Paul." അമ്മ പറയും, പോളെ എന്നെ അനുസരിക്കൂ. She would cook all the vegetables which I did not like. എനിക്ക് ഇഷ്ടപ്പെടാത്ത പച്ചക്കറിയൊക്കെ അമ്മ പാചകം ചെയ്യും. The வெண்டைக்காவை சாப்பிட அப்பதான் മാത്സിൽ 100% வரும்னு சொல்லுவாங்க. അമ്മ പറയും, വെണ്ടയ്ക്ക കഴിച്ചാൽ മാത്രമേ 100% മാർക്ക് കണക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറയും. If I don't eat it, my fingers will go. ഞാനത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ എൻ്റെ വിരലുകളാണ് എനിക്ക് നഷ്ടമാകുന്നത്. And she will say, അമ്മ പറയും, cut your hair. എൻ്റെ തലമുടി വെട്ടൂ. And I would go to cut my hair. ഞാൻ എൻ്റെ തലമുടി മുറിക്കാൻ പോകും. I would say, barber, please have mercy on me, leave some hair on my hair. ഞാൻ പറയും, ബാർബറെ എന്നോട് മനസ്സിലാക്കണമേ, അല്പം തലമുടി അവശേഷിപ്പിച്ചേക്കണമേ. When I come home, ഞാൻ ഭവനത്തിൽ വരുമ്പോൾ my mother will say, എൻ്റെ അമ്മ പറയും, എന്നടാ വെട്ടിയിരിക്ക, എന്താണ് നീ തലമുടി വെട്ടിയത്? You have not cut your hair properly. ശരിയായി തലമുടി വെട്ടിയില്ലല്ലോ എന്ന് പറയും. Go and cut one more time and come back. നീ പോകാ, ഒരിക്കൽ കൂടി പോയി തലമുടി വെട്ടിച്ച് വരിക. And my head would become like a coconut shell. എൻ്റെ തലയോ ഒരു ചിരട്ട പോലെ ആയിത്തീരും. When I go to the school, ഞാൻ സ്കൂളിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ my mother will anoint my head with oil, with coconut oil. തേങ്ങ എണ്ണ തേച്ച് എൻ്റെ അമ്മ എന്നെ അഭിഷേകം ചെയ്ത് പറഞ്ഞയക്കും. Then only your head will be cool, you'll be able to study very well. അങ്ങനെയെങ്കിൽ മാത്രമേ നിന്റെ തലയ്ക്ക് നല്ല തണുപ്പ് ലഭിക്കുകയുള്ളൂ, നല്ലവണ്ണം പഠിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അമ്മ പറയും. Then she will say, read the Bible. പിന്നെ അമ്മ പറയും, വേദപുസ്തകം I വായിക്കും. will say, what to read in the Bible? ഞാൻ ചോദിക്കും, എന്താണ് വേദപുസ്തകത്തിൽ വായിക്കേണ്ടത്? Daily same story, I know everything. എല്ലാ ദിവസവും ഒരേ കഥ തന്നെ, എനിക്കെല്ലാം അറിയാം. But then എങ്കിലോ I'd be worried about my mother's knocks on my head. തലയിൽ അമ്മ കൊട്ടുന്നത് ഓർത്ത് ഞാൻ ഇങ്ങനെ ഖേദിച്ചുകൊണ്ടിരിക്കും. My mother gave me so many knocks that my head has gone permanently out of shape now. Lots of ups and downs. എൻ്റെ അമ്മ എൻ്റെ തലയിൽ ധാരാളം കൊട്ടുകൾ നൽകിക്കൊണ്ട് തല ധാരാളം കുന്നും കുഴിയുമായി തീർന്നിരിക്കുന്നു. So I was really afraid. അതിനാൽ ഞാൻ വളരെയധികം ഭയപ്പെട്ടു. One day I got a brilliant idea. ഒരു ദിവസം എനിക്ക് നല്ല ഒരു ഉദ്ദേശ്യമുണ്ടായി. I took the black cover out of the Bible. വേദപുസ്തകത്തിൽ നിന്ന് കറുത്ത കവർ ഞാൻ പുറത്തേക്ക് എടുത്തു. And I put a storybook inside. അതിനുള്ളിലേക്ക് ഒരു കഥാപുസ്തകം വെച്ചു. And I hid the Bible. ഞാൻ വേദപുസ്തകത്തെ ഒളിപ്പിച്ചു വെച്ചു. And I began to read the storybook. പിന്നെ ഈ കഥാപുസ്തകം വായിക്കാൻ തുടങ്ങി. My mother would come and see the other side. എൻ്റെ അമ്മ വന്ന മറുഭാഗത്ത് നോക്കും. Oh, my son is reading the Bible. ഓ, എൻ്റെ മകൻ ഇതാ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. Hallelujah. Hallelujah. God is answering my prayer. ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം And I നൽകുന്നു. would be praying, എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, Lord, let not my mommy come from this side. കർത്താവേ, അമ്മ ഈ ഭാഗത്തൂടെ വരാതിരിക്കട്ടെ. One day she came ഒരു ദിവസം അമ്മ വന്നു, and finished. അത് തീർന്നുപോയി. My head was broken. എൻ്റെ തല പൊട്ടിപ്പോയി. Then she will say, study. പിന്നെ അമ്മ പറയും, പഠിക്കുക, Write neatly. നന്നായി എഴുതൂ. I have a scale. എനിക്കൊരു സ്കെയിൽ ഉണ്ടായിരുന്നു. If I didn't write neatly, my knuckles would hit the scale would hit my knuckles. വൃത്തിയായി ഞാൻ എഴുതാതിരുന്നാൽ ആ സ്കെയിൽ കൊണ്ട് അമ്മ എന്നെ തല്ലുമായിരുന്നു. Of course, my handwriting became beautiful. നിശ്ചയമായും എൻ്റെ കൈയെഴുത്ത് നന്നായി തീർന്നു. But my heart became angry. എന്നാൽ എൻ്റെ ഹൃദയമോ കോപിഷ്ഠരായി തീർന്നു. I was angry with my mother. എൻ്റെ അമ്മയോട് എനിക്ക് വളരെ കോപം തോന്നി. Angry with my father. എൻ്റെ പിതാവിനോട് കോപം തോന്നി. My father would have compassion on the whole world. ലോകത്ത് ആകമാനം എൻ്റെ പിതാവിന് മനസ്സിലുണ്ട്. No compassion for me from my എനിക്ക് father. എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് യാതൊരു I മനസ്സിലുമില്ല. became angry with them. ഞാൻ അവരോട് കോപിഷ്ഠനായി തീർന്നു.
And because of that anger, ആ കോപമുഖാന്തരം I hated my studies. ഞാൻ എൻ്റെ പഠനത്തെ വെറുത്തിരുന്നു. They would say, you must become a great man studying many things. അനേകം സംഗതികൾ പഠിച്ചുകൊണ്ട് നീ വലിയ മനുഷ്യനായി തീരണമെന്ന് അവർ പറയുമായിരുന്നു. But എന്നാലോ because of my anger against my parents, എൻ്റെ മാതാപിതാക്കൾക്കെതിരെയുള്ള എൻ്റെ കോപം മുഖാന്തരം I hated to study. പഠനത്തെ ഞാൻ വെറുത്തിരുന്നു. I said, what name should I get എന്ത് പേരാണ് എനിക്ക് ലഭിക്കേണ്ടത് if I cannot enjoy life? ജീവിതം എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ? But when I went to college, എന്നാൽ ഞാൻ കോളേജിലേക്ക് പോയപ്പോൾ my friend said, എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, hey Paul, ഹേ പോൾ, God has created the whole world for us to enjoy, man. മനുഷ്യ, ലോകത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് ആസ്വദിക്കേണ്ടതിന് വേണ്ടി. Let's enjoy the world, then only God will be happy. നമുക്ക് ലോകത്തെ ആസ്വദിക്കാമെങ്കിൽ മാത്രമേ ദൈവത്തിന് സന്തോഷമുണ്ടാകുകയുള്ളൂ. And they taught me all the pleasures of the world. ലോകത്തിന്റെ ഉല്ലാസത്തെ എല്ലാം അവർ എന്നെ അഭ്യസിപ്പിച്ചു. And I lost my subjects. എൻ്റെ വിഷയങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടു. For the first time, ഇതം പ്രഥമമായി I saw failure in my class. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പരാജയം നേരിട്ടു. That is the danger bell. അതാണ് അപകട മണിനാദം. I saw failure. പരാജയത്തിന്റെ ആരംഭം. And മാത്രമല്ല, it was at that time ആ സന്ദർഭത്തിലായിരുന്നു a fear gripped my soul. എൻ്റെ ആത്മാവിൽ ഒരു ഭയം നേരിട്ടു. And the fear said, Paul, you can never pass in life. ആ ഭയം എന്നോട് പറഞ്ഞു, പോളെ, ഒരിക്കലും നിനക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. All my friends got into engineering, got into medicine and so on. എൻ്റെ സ്നേഹിതന്മാർക്കെയും എഞ്ചിനീയറിംഗിനോ മെഡിസിനോ ഒക്കെ പ്രവേശനം ലഭിച്ച പോയി. I was in fear. ഞാൻ ഭയത്തിലാകപ്പെട്ടു. I was afraid to go to the class. ക്ലാസ്സിലേക്ക് പോകാൻ ഞാൻ ഭയപ്പെട്ടു. Afraid of my classmates. എൻ്റെ സഹപാഠികളെ ഞാൻ ഭയപ്പെട്ടു. Afraid of my teacher. എൻ്റെ അധ്യാപകരെ ഞാൻ ഭയപ്പെട്ടു. Afraid of my parents. എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഭയപ്പെട്ടു. And this fear gripped me. I had a terrible headache. ഈ ഭയം പിടികൂടിയത് മുഖാന്തരമായി കടുത്ത തലവേദന എനിക്കുണ്ടായി. And I was becoming a failure. ഞാനൊരു പരാജയമായി തീർന്നുകൊണ്ടിരുന്നു. And I cried, is this going to be my life? ഞാൻ ഇങ്ങനെ കരയാൻ തുടങ്ങി, ഇതാകുന്നു എൻ്റെ ജീവിതത്തിന്റെ മുന്നേറ്റം. At that moment, ആ സന്ദർഭത്തിൽ my parents forced me to come to a small meeting. ഒരു ചെറിയ യോഗത്തിലേക്ക് വരാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ നിർബന്ധിച്ചു. And my father was speaking. എൻ്റെ പിതാവ് സംസാരിച്ചു കൊണ്ടിരുന്നു. And he was speaking to everybody. അദ്ദേഹം എല്ലാ ആളുകളോടും സംസാരിച്ചു. He said, അദ്ദേഹം പറഞ്ഞു, you are trying to become a somebody in this world, ഈ ലോകത്തിൽ നീ ആരോ ആയി തീരാൻ പരിശ്രമിക്കുന്നു. but you have become a nobody. എന്നാൽ നീ ആരാരുമല്ലാത്തവനായി തീർന്നിരിക്കുന്നു. I said, yes. ഞാൻ പറഞ്ഞു, അതെ, I'm trying to please my friends, എൻ്റെ സ്നേഹിതരെ ഞാൻ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു. but I become a nobody. എന്നാൽ ഞാൻ ആരാരുമില്ലാത്തവനായി തീർന്നു. I become a nobody. ഞാൻ ആരാരുമില്ലാത്തവനായി തീർന്നു. But then I heard my father say, അപ്പോഴൊക്കെ എൻ്റെ പിതാവ് പറയുന്നത് ഞാൻ കേട്ടു, you may be a nobody, നീ ആരാരുമില്ലാത്തവനായിരിക്കാം, but God can make you a somebody in the world. എന്നാൽ ലോകത്തിൽ നിന്നെ ദൈവത്തിന് വലിയവനാക്കി തീർക്കുവാൻ കഴിയും. God can lift you up. ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ കഴിയും. He will lift you up. ദൈവം നിന്നെ നിശ്ചയമായും ഉയർത്തും. Surrender your life to Him. നിന്റെ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിക്കൂ. That night I cried like a little baby. ആ രാത്രിയിൽ ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. I said, I am not able to do well myself. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വന്തമായി ഒന്നും നന്നായി ചെയ്യാൻ കഴിയുന്നില്ല. Help me, Lord. കർത്താവേ, എന്നെ സഹായിക്കണമേ. Help me, കർത്താവേ, Lord. എന്നെ സഹായിക്കണമേ. Help me, Lord. കർത്താവേ, എന്നെ സഹായിക്കണമേ. I cried on the floor. ഞാൻ നിലത്ത് കിടന്ന് കരഞ്ഞു. That day, ആ നാളിൽ I gave my life to Jesus. യേശുവിനായി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ചു. I said, come into my heart. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ഉള്ളിലേക്ക് വരണമേ. Take over my life. എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. Change me. എനിക്ക് രൂപാന്തരം തരണമേ. Empower me. എന്നെ ശക്തീകരിക്കണമേ. I want to become a somebody. എനിക്ക് വലിയവനായി തീരാൻ ആഗ്രഹമുണ്ട്. Help me. എന്നെ സഹായിക്കണമേ. And the presence of God came. ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് ലഭിച്ചു. Joy filled my heart. ദൈവ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറച്ചു. My fear left me. ആ ഭയം എന്നെ വിട്ടുപോയി. I became the child of God. ഞാൻ ദൈവവേദലായി തീർന്നു. I became the child of God. ഞാൻ ദൈവവേദലായി തീർന്നു. And from that day, ആ ദിവസം തുടങ്ങി every morning I felt so different. ഓരോ പ്രഭാതത്തിലും വ്യത്യസ്തനായി കാണപ്പെട്ടു. Because I knew God was with me. കാരണം എന്ത്? ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് എനിക്കറിയാം. God was pleased with me. ദൈവത്തിന് എന്നോട് പ്രസാദമുണ്ടായിരുന്നു. That's how I began to love my parents after that. അങ്ങനെയാണ് അതിനുശേഷം എൻ്റെ മാതാപിതാക്കളെ ഞാൻ സ്നേഹിക്കുവാൻ തുടങ്ങിയത്. I had my parents become my best friends from then on. അതിനുശേഷം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഉത്തമ സ്നേഹിതരായി തീർന്നു. Of course, my parents also started understanding me as a young person. നിശ്ചയമായും ഒരു യുവാവ് എന്ന നിലയ്ക്ക് എന്നെ എൻ്റെ മാതാപിതാക്കൾ നന്നായി മനസ്സിലാക്കാൻ തുടങ്ങി. They were not unreasonable anymore. അവർ മേലാൽ ന്യായക്കേടായി പെരുമാറിയില്ല. And we became friends. ഞങ്ങൾ സ്നേഹിതരായി തീർന്നു. I began to share everything to my parents. എൻ്റെ മാതാപിതാക്കളോട് ഞാൻ എല്ലാം പങ്കിടാൻ തുടങ്ങി.
and we work together, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. I would share their burdens, ഞാൻ അവരുടെ ഭാരങ്ങൾ ചുമക്കാൻ തുടങ്ങി. pray together as a family, കുടുംബസമേതം ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. and God started blessing me. ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി. Everyone who obeys the parents and honors the parents, മാതാപിതാക്കളെ അനുസരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകളും even today, ഇന്നു തന്നെ if you have a hurt with your parents, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ, yes, they are trying to do their best to get you to do very well in life. അതേ, ജീവിതത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടു വരാൻ അവർ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. Love them, അവരെ സ്നേഹിക്കുവിൻ, encourage them, അവരെ പ്രോത്സാഹിപ്പിക്കുവിൻ, and tell them that you really are going to do well for yourself. നിങ്ങൾ വാസ്തവത്തിൽ ശരിയായി മുന്നേറുമെന്ന് അവരോട് നിങ്ങൾ ഏറ്റുപറയുവിൻ. I will make you happy, mommy. I'll make you happy, daddy. മമ്മി, ഡാഡി, വാസ്തവത്തിൽ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കും. And cry to the Lord. കർത്താവിനോട് കരഞ്ഞപേക്ഷിപ്പിൻ. Tell him, ദൈവത്തോട് പറയുവിൻ, Jesus, യേശുവേ, you obeyed your parents. അങ്ങയുടെ മാതാപിതാക്കൾ അങ്ങ് അനുസരിച്ചുവല്ലോ. You made them happy. അങ്ങ് അവരെ സന്തുഷ്ടരാക്കി. Give me also grace. എനിക്കും കൃപ തരണമേ. And the relationship with your parents will be full of peace. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങളുടെ ബന്ധമൊക്കെയും സമാധാനമുള്ളതായിരിക്കും. And God, the Heavenly Father, will bless. സ്വർഗ്ഗസ്ഥ പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കും. God has a plan for you too. നിങ്ങൾക്കും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. God will lift you up. ദൈവം നിങ്ങളെ ഉയർത്തും. Open your heart to Him right now. ഇപ്പോൾ തന്നെ യേശുവിനായി നിങ്ങൾ ഹൃദയങ്ങളെ തുറക്കുവീൻ. And tell Him, come in, Lord. യേശുവിനോട് പറയും, കർത്താവ് എൻ്റെ ഉള്ളിൽ വരണമേ, Come and live in me. എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ. Would you say a little prayer right now? ഇപ്പോൾ തന്നെ ഒരു ചെറിയ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുമോ? All those who are going to write your 10th and 12th standard exam, would you stand wherever you are? നിങ്ങളുടെ 10ഉം 12ഉം പരീക്ഷ എഴുതുന്നവരെല്ലാം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദയവായി എഴുന്നേറ്റ് നിൽക്കുമോ? I'm going to pray for you right now. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. In a few minutes we are going to pray for ചില you. നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. But this is a very, 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 very important moment. ഇത് വളരെ 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 പ്രാധാന്യമുള്ള സമയമാകുന്നു. Would you open your heart, നിങ്ങൾ ഹൃദയം നിങ്ങൾ തുറക്കുമോ? close your eyes, നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുവീൻ. and talk to Jesus? യേശുവിനോട് സംസാരിക്കുവീൻ. This is the time that He would come into your heart. യേശു നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വരുന്ന സമയമാകുന്നു ഇത്. Your heart may be filled with criticism. നിങ്ങളുടെ ഹൃദയം വിമർശനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കാം. Maybe your heart is filled with anger. നിങ്ങളുടെ ഹൃദയം കോപം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കാം. Maybe your heart is filled with failure. പരാജയങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കാം. The voices of the people saying, you will fail. ആളുകളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, നീ പരാജയപ്പെടും എന്നുള്ള ശബ്ദം. But right now, എന്നാൽ ഇപ്പോൾ തന്നെ God wants to vacate all those things out of your heart. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അതൊക്കെയും ദൈവം എടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. And Jesus wants to put victory in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വിജയം വരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. If your heart is right, your life will be right. നിങ്ങളുടെ ഹൃദയം നേരെയാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതവും നേരെയായി തീരും. Right now, open your heart and say, Jesus, come into my heart. ഇപ്പോൾ നിങ്ങൾ ഹൃദയങ്ങളെ തുറന്ന് യേശുവേ എൻ്റെ ഹൃദയത്തിനുള്ളിൽ വരണമെന്ന് നിങ്ങൾ അപേക്ഷിക്കുകയും Talk to Him now. ഇപ്പോൾ യേശുവിനോട് സംസാരിക്കുക. He is by your side. യേശു നിങ്ങളുടെ സമീപത്തുണ്ട്. He is by your side. യേശു നിങ്ങളുടെ സമീപത്തുണ്ട്. Why do you want to keep Him outside? യേശുവിനെ എന്തുകൊണ്ട് നിങ്ങൾ പുറത്തു നിർത്തിയിരിക്കുന്നു? Open your heart and ask Him to come in. നിങ്ങൾ ഹൃദയം തുറന്ന് യേശുവിനുള്ളിൽ വരാൻ ആവശ്യപ്പെടുവീൻ. Right now, pray. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുവീൻ. He is coming in. യേശു ഉള്ളിൽ വരുന്നു. He is the source of victory. യേശു വിജയത്തിന്റെ സ്രോതസ്സാകുന്നു. He will make you turn away from all the anger and criticism. എല്ലാ കോപത്തിൽ നിന്നും വിമർശനത്തിൽ നിന്നും മാറി വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. He will give you joy in your family ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകും. and make your parents so happy. നിങ്ങളുടെ മാതാപിതാക്കളെ വളരെ സന്തുഷ്ടരാക്കി തീർക്കും. Cry out to God. ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുവീൻ. Open your mouth നിങ്ങളുടെ വായു തുറക്കുവീൻ. and tell Him, I need you, Lord. കർത്താവെ, അങ്ങേ ആവശ്യമുണ്ടെന്ന് യേശുവിനോട് പറയുവീൻ. I need you. കർത്താവെ, അങ്ങേ ആവശ്യമുണ്ട്. Father, enter into everyone's heart. എല്ലാവരുടെയും ഹൃദയത്തിനുള്ളിൽ പ്രവേശിക്കണമേ. My dear young children, എൻ്റെ പ്രിയ കൊച്ചു കുഞ്ഞുങ്ങളെ, would you say this prayer after me? ഈ പ്രാർത്ഥനാ വാചകം എൻ്റെ പിന്നാലെ ചൊല്ലുമോ? Would you all repeat loudly after me? എൻ്റെ പിന്നാലെ ഉച്ചത്തിൽ നിങ്ങൾ എല്ലാവരും ഏറ്റുപറയുമോ? Lord Jesus, കർത്താവായ യേശുവേ, I open my heart to you, Lord. കർത്താവേ, എൻ്റെ ഹൃദയത്തെ അങ്ങേക്ക് ഞാൻ തുറക്കുന്നു. I need you. അങ്ങേ എനിക്ക് ആവശ്യമുണ്ട്. Whatever is wrong എന്തെല്ലാം തെറ്റിപ്പോയോ in my heart, എൻ്റെ ഹൃദയത്തിൽ take it away. എടുത്തു മാറ്റണമേ. Cleanse me. എന്നെ കഴുകണമേ. Wash me എന്നെ ശുദ്ധീകരിക്കണമേ with your blood. അങ്ങയുടെ രക്തത്താൽ. I want you. അങ്ങ് എനിക്ക് ആവശ്യമുണ്ട്. Give me victory. എനിക്ക് വിജയം തരണമേ. Give me എനിക്ക് തരണമേ. all you have planned അങ്ങയുടെ പദ്ധതികളെല്ലാം for me.
എനിക്ക് വേണ്ടി നൽകണമേ. Give me a heart ഒരു നല്ല ഹൃദയം നൽകണമേ. to love everybody. എല്ലാ ആളുകളെയും സ്നേഹിക്കുവാൻ, Honor my parents. എൻ്റെ മാതാപിതാക്കളെ മാനിക്കാൻ, Turn away from criticism, വിമർശനത്തിൽ നിന്നൊക്കെയും മാറിപ്പോകുവാൻ, from pleasures, ഉല്ലാസങ്ങളിൽ നിന്ന്, from deviations. എല്ലാ വഴിമാറ്റിൽ നിന്ന് Give me concentration. എനിക്ക് ശ്രദ്ധ നൽകണമേ. Help me, Lord. കർത്താവ് എന്നെ സഹായിക്കണമേ. Fill me with your spirit. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. Thank you, Lord. കർത്താവ്, അങ്ങേക്ക് നന്ദി. You are giving me victory. അങ്ങ് എനിക്ക് വിജയം നൽകുന്നുവല്ലോ. Will you all shout victory? നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പറയാം വിക്ടറി. I want to hear a big shout tonight. Would you shout victory? വിക്ടറി എന്ന് ഉച്ചത്തിൽ Come പറയാം. on, shout. ഉച്ചത്തിൽ പറയുവീൻ. Everybody shout victory. എല്ലാ ആൾക്കും പറയാം വിക്ടറി. Victory. വിക്ടറി. Thank you, Lord. കർത്താവേ നന്ദി. Bless them, Master. യജമാനനെ അവരെ We അനുഗ്രഹിക്കണമേ. give you all the glory. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ.